പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിൽ നീക്കും തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവ് ഗലീലായിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എളുപ്പ വഴിയായി സമരിയായിൽ കൂടെ പോകുവാൻ തക്കോണം ദൂതന്മാരെ കർത്താവ് സമരിയയിലേക്ക് അയച്ചു. പക്ഷേ സമരിയരും യെരുശലേംകാരും ബദ്ധവൈരത്തിൽ ശത്രുതയിൽ ആയിരുന്നതുകൊണ്ട് കർത്താവിനെ അവിടെ സ്വീകരിക്കുവാൻ അവർക്ക് മനസ്സായില്ല. ഇതിൽ കോപാകുലരായി കർത്താവിൻ്റെ ശിഷ്യന്മാർ യാക്കോബും യോഹന്നാനും അവരോട് പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നു, ആഹാബ് രാജാവിൻ്റെ സൈന്യങ്ങളെ ആകാശത്ത് നിന്ന് അഗ്നി ഏലിയാവ് ഇറക്കി അവരെ നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കുവാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നു. കാരണം കർത്താവിനെ സ്വീകരിക്കാത്തതിൽ അവർ അത്യന്തം വ്യസനിക്കുകയും അവരോട് പ്രതികാരം നടത്തുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹം നിമിത്തം കർത്താവ് അവരെ ശാസിച്ച് ഇപ്രകാരം പറയുന്നു, മനുഷ്യപുത്രൻ ആത്മാക്കളെ നശിപ്പിക്കുവാനല്ല, രക്ഷിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യം ഇന്ന് നമ്മളോടും കർത്താവ് ചോദിക്കുകയാണ്. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ദൈവ ഇഷ്ടത്തിന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളോടും ഈ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മാമോദീസായിൽ കൂടി നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിൽ നിറഞ്ഞവരാണ്. പക്ഷേ വളരും തോറും ഈ ദൈവാത്മാവ് നമ്മളിൽ നിന്നും നശിച്ച് നമ്മൾ പിശാചിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മാമോദീസായിൽ നമ്മൾ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മൾ പിശാചിൻ്റെ മക്കളായി രൂപാന്തരപ്പെട്ടിട്ടില്ലേ എന്ന് സ്വയം ആത്മശോധന ചെയ്യണം. നമ്മുടെ ദൈവം ഈ ലോകത്തിൽ എഴുന്നള്ളി വന്നത് ആത്മാക്കളുടെ വ്യക്തിത്വങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ ജഡികമായ പാപങ്ങളൊക്കെയും മാറ്റി നമ്മെ ദൈവമുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തിയിട്ട് ഈ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന ജീവിതം നയിച്ച് ജീവിതത്തിൽ കൂടി യേശുക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി സ്വയം പ്രകാശിതരായി ആ പ്രകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണമാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് യഥാർത്ഥ മനുഷ്യരായി യഥാർത്ഥ ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെട്ട് ജീവിക്കേണ്ടിയ നമ്മൾ ഇന്ന് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി പൈശാചികമായ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചിട്ട് നമ്മളിലുള്ള പ്രകാശം മറ്റുള്ളവർക്ക് കാണപ്പെടുവാൻ പാടില്ലാത്ത ഒരു രീതിയിൽ നമ്മുടെ ജീവിതം ആയിത്തീർന്നിട്ടില്ലേ? ചിന്തിക്കുക.
ഈ ഭൂമിയിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ 2 രീതിയിലുള്ള മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് ജഡീകർ, 2 ആത്മീയർ. ജഡീകരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 15 കൂട്ടം കാര്യങ്ങൾ അവിടെ പ്രത്യേകമായി അദ്ദേഹം എടുത്ത് കാട്ടുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ക്രോധം, സാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇങ്ങനെയുള്ള 15 കൂട്ടം കാര്യങ്ങൾ ജഡീകരുടെ സ്വഭാവമാണ്. അതായത് ഈ സ്വഭാവമുള്ള ഹൃദയങ്ങളിൽ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കില്ല. ചതിവും വഞ്ചനയും പിണക്കവും ശണ്ഠയും മദ്യപാനും വെറുക്കൂത്തും ഇതുപോലെയുള്ള ദൈവത്തിനെ നമ്മളിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ എങ്ങനെ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് ഇതിനെല്ലാം ഉപേക്ഷിച്ച് ആത്മീയമായ അനുഭവത്തിലേക്ക് കടന്നു വരണം. എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് പ്രിയമുള്ളവരെ ആത്മീയരുടെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെയും ദീർഘക്ഷമയുടെയും ദയ, പരോപകാരം മുതലായ സുഹൃതങ്ങളുടെയും വിളനിലമായി നമ്മൾ രൂപാന്തരപ്പെട്ട് ദൈവത്തിന് കൊള്ളാവുന്ന മന്ദിരങ്ങളായി നമ്മൾ രൂപാന്തരപ്പെടണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ മന്ദിരങ്ങളായ നമ്മളിൽ ദൈവം വസിക്കണം. ദൈവകൃപ ലഭിച്ചവരായി സമൂഹത്തിൽ വളരണം. അങ്ങനെ ദൈവകൃപ ലഭിച്ച് ആത്മീയരായി വളർന്ന് മറ്റുള്ളവരുടെ ഇടയിൽ പ്രകാശത്തിൻ്റെ അനുഭവം പകർന്നു കൊടുക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെയും ദീർഘക്ഷമയുടെയും പരോപകാരം, ദയ, സൗമ്യത മുതലായ സുഹൃത്തുക്കളുടെയും അനുഭവമുള്ളവരായി ദൈവത്തെ വഹിച്ച് സമൂഹത്തിൽ ജീവിപ്പാൻ സാധിക്കണം. നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം. അതാണ് മഹാത്മാഗാന്ധി നമ്മളെ ഓർമ്മിപ്പിച്ചു, മൈ ലൈഫ് ഈസ് മൈ ഗ്രേറ്റ് മെസ്സേജ്. എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും കുർബാന അനുഭവവും കുർബാന അർപ്പിക്കലും എല്ലാം നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന മുഖാന്തരങ്ങളായി മാറണം. പക്ഷേ ഇന്ന് വാക്കുകൾ കൊണ്ടും ഒക്കെയും ആദരസേവകരായി ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതം എവിടെയാണ് എന്ന് ആത്മശോധന ചെയ്യണം പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. പക്ഷേ നാം നമ്മിലേക്ക് തന്നെ നോക്കണം. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപായി സഹോദരങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും പർവ്വതീകരിച്ച് കാണിക്കുന്നതിന് മുൻപായി ഞാൻ എന്നിലേക്ക് നോക്കുവാൻ സാധിക്കണം. സ്വയം അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്വയം അറിയുക ജീവിതത്തിൽ. അങ്ങനെ സ്വയം അറിഞ്ഞ് അനുതാപമുള്ളവരായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവമക്കളായി ജീവിപ്പാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ ദൈവം പ്രസാദിക്കും. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. ശിഷ്യന്മാർ പറയുന്നു ഇവരെ നശിപ്പിക്കണം. എന്താണ് അവരുടെ ആ ഒരു അനുഭവത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലം? പ്രതികാരം ചെയ്യണം എന്നാണ് ശിഷ്യന്മാരവിടെ അവരുടെ ജീവിതത്തിൽ എടുത്തുകാട്ടിയൊരു അനുഭവം. കർത്താവിനെ സ്വീകരിക്കാത്ത പട്ടണക്കാരോട് പ്രതികാരം ചെയ്യണം.
ഇന്ന് ഈ സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെയും ജീവിത വാഞ്ച ഇത് തന്നെയാണ്. എന്നെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചവനോട് എനിക്ക് പ്രതികാരം ചെയ്തേ മതിയാവും. ആ ഒരു അനുഭവത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്, കൊലയും അതുപോലുള്ള സഹോദരങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അവിടെ നമുക്ക് മാതൃക നമ്മുടെ കർത്താവായിരിക്കണം. തന്നെ തൂക്കി കൊല്ലുവാൻ വിധിച്ചവർക്ക് വേണ്ടി, കൊന്നവർക്ക് വേണ്ടി, തൻ്റെ മുഖത്ത് തുപ്പിയവർക്ക് വേണ്ടി, തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി ഒക്കെയും പ്രതികാരം ചെയ്യുവാനല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിച്ചത്. പിന്നെയോ കർത്താവ് പ്രാർത്ഥിക്കുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. ആ ദീർഘക്ഷമ നമ്മളെ പഠിപ്പിച്ച ആ പിതാവിൻ്റെ മാതൃക ഉൾക്കൊള്ളുവാൻ നമ്മൾ ജീവിതത്തിൽ കൂടി നമുക്ക് സാധിക്കും. ക്രിസ്തുവാണ് നമ്മുടെ മാതൃക, മറ്റു കാര്യമല്ല. അതുകൊണ്ട് പ്രതികാര മനോഭാവം, പ്രതികാര വാഞ്ച സഹോദരന്മാരുണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരണം. അവിടെ ഓർക്കണം, നമ്മൾ ക്രിസ്തു അനുഭവിച്ച ത്യാഗങ്ങളിൽ എന്തെങ്കിലും പ്രതികാരം കർത്താവ് ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പ്രതികാരം ആർക്കുള്ളതാണ്? പ്രതികാരം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് വിട്ടേര്. നിന്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോട് പിഴച്ചിട്ടുണ്ടെങ്കിൽ, വാക്കുകൊണ്ടോ പ്രവർത്തികളെ നിന്നോട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ച്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതനുഭവമാണ് നമുക്കുള്ളത് എന്നുള്ള ചിന്തിക്കണം. അങ്ങനെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കണം എന്നുള്ള പ്രാർത്ഥനയല്ലേ നമുക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രതികാരം എന്ന് പറയുന്നത് ദൈവികമല്ല, അത് പൈശാചികമാണ്. അവിടെ പ്രതികാര വാഞ്ചയും പ്രതികാര മനോഭാവവും നമ്മളിൽ നിന്ന് വർജിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. ചൈനയിലെ ഒരു പഴമൊഴിയുണ്ട്, നീ നിന്റെ സഹോദരനോട് അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യുവാനായിട്ട് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിനക്ക് വേണ്ടിയും ആർക്ക് വേണ്ടി നീ പ്രതികാരത്തിൽ ഇറങ്ങിയോ ആ ആൾക്ക് വേണ്ടിയും 2 ശവക്കുഴി നീ കുഴിച്ചേക്കണം. നിന്റെ സഹോദരനോട് ആരോടെങ്കിലും നീ പ്രതികാരം ചെയ്യുവാനായിട്ട് പോകുന്നെങ്കിൽ നിന്റെയും പ്രതികാരം ആർക്ക് ചെയ്യുന്നുവോ അവൻ്റെയും നാശമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളാർക്കും പ്രതികാരം ചെയ്യുവാൻ പോകണ്ട. അതെല്ലാം ദൈവത്തിന് വിട്ടേര്. തൻ്റെ സ്വന്തം സഹോദരനെ കൊന്ന കായീൻ ആബേലിനെ കൊന്നപ്പോൾ കായീനെ ദൈവം ശാപഗ്രസ്തനാക്കി. നീ ഭൂമിയിൽ ചെയ്യുന്ന ഒരു കൃഷിയും അതിൻ്റെ ഫലം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞു. നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനായിരിക്കുമെന്ന് പറഞ്ഞു കായീനോട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ കൊയ്യും. വിതയ്ക്കുന്നവൻ കൊയ്തിരിക്കും, സംശയമില്ല. അതുകൊണ്ട് നമ്മളോടാരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ പ്രതികാരം ചെയ്യാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. ഇന്ന് കുടുംബങ്ങളിലെ, ഇടവകളിലെ, സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുഖ്യ കാരണം ഈ ക്ഷമയുടെ അനുഭവമില്ലാതെ വാശിയോടും വൈരാഗ്യത്തോടും പ്രവർത്തിക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് എല്ലായിടത്തെയും പ്രശ്നങ്ങൾക്ക് മുഖ്യ കാരണം. അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് ദൈവമക്കളായി, ദൈവത്തിന് കൊള്ളാവുന്നവരായി, ജീവിതത്തിൽ കൂടി യേശു ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവമുള്ളവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുതകുന്ന സുഹൃതങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കാം. അങ്ങനെയുള്ള നല്ല ദൈവമക്കളായി, സമൂഹത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വചനങ്ങളെ ഉപസംഹരിക്കും.